ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർത്തി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ, അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ മഴയുണ്ട്, അപ്പോൾ നമ്മൾ പോകാൻ തീരുമാനിച്ചപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ എന്തായാലും മക്കളുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാ മഴ നമ്മളെ ചതിച്ചിട്ടോ. നല്ല മഴയുണ്ട്, രാവിലെ നല്ല വെയിലായിരുന്നു, പിന്നെ മഴയായി. അപ്പോൾ ഇതിൽ റയ്യാനും ജുമാനായും ഉണ്ട്. അപ്പം അവർ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർ ട്യൂഷനിലേക്കാണ്, അപ്പോൾ അവരെ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും നമുക്ക് പോയിട്ടൊക്കെ വരാം. അപ്പോൾ ഗൈസ്, നല്ല മഴയാണ്. ഞാൻ വണ്ടി എടുത്തിട്ടില്ല, കാരണം സഹോദരൻ റോഡിൽ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിൽ കയറണമെങ്കിൽ ഒരു 200 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് സ്കൂട്ടിയും കൊണ്ട് പോയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം മക്കളും കൂടി ട്യൂഷൻ വിട്ട് റോഡിൽ വന്ന് നിൽക്കുന്നത്, അപ്പോൾ പറ്റൂല. അതുകൊണ്ടിട്ട് വിചാരിച്ചെങ്കിൽ വണ്ടിയൊന്നും എടുക്കേണ്ട, മഴയും പെയ്യുന്നു. അപ്പം നടന്ന് റോഡിൽ കയറുമ്പോൾ സഹോദരൻ വണ്ടിയും കൊണ്ട് വരും, അപ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടുന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നുണ്ട് നടന്ന്. അപ്പോഴത്തന്നെ മക്കളിതാ ഇവിടെ ട്യൂഷൻ വിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴേ 3 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ എത്തിയപ്പോൾ അവരും ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ സഹോദരൻ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറിയപ്പോൾ ഇതാ വീടെത്തിയിട്ടുണ്ട്, നമ്മുടെ കുടുംബ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഉമ്മായെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ വണ്ടിക്കകത്ത് വാപ്പായുണ്ട്, പിന്നെ സഹോദരൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മായെ കൂടി വിളിച്ചിട്ട് ഉമ്മായും കൂടെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ ഇതാ മോള് ഇതാ ഇവിടെ നിൽക്കുന്നത്, മോളെയും കൊണ്ടാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പം 4 പേരുണ്ട്, 4 മക്കളെയും കൊണ്ടാണ് കറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ മോള് നല്ല ഹാപ്പിയാണ്, മോളെയും കൊണ്ട് കറങ്ങാനായിട്ട് ഇങ്ങനെ പോകുന്ന ലുലു മാള്. പിന്നെ നമ്മൾ ശംഖുമുഖം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് അവളെയും കൊണ്ട് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. അവളുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പം കൂടെ മക്കളെയും കൂടെ കൂട്ടി. അപ്പം മക്കളെ ട്യൂഷൻ്റെ ക്ലാസ്സും കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പം മോള് കുറേ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ ഹാപ്പിയാണ്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ കുറച്ച് പേരുണ്ട്, അതായത് ഞാനും ഉമ്മ ഉപ്പ പിന്നെ മക്കൾ എല്ലാവരും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്തായാലും ശംഖുമുഖം ബീച്ചൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ലുലു മാൾ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ മോള് വണ്ടിക്കകത്തിരുന്നും കൊണ്ട് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് വണ്ടിക്കകത്ത്, മക്കളോട് കാര്യം പറയുന്നു, പൂവ് എടുക്കുന്നു. അപ്പോൾ ജുമാനായിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നിജാസും ചക്കര അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവരില്ലാതെയാണ് നമ്മൾ ട്രിപ്പ്. നമ്മളെല്ലാവരും കൂടിയാണ് പ്ലാൻ ചെയ്തത് പോകാനായിട്ട്. അപ്പോൾ അവർ മൂന്നാറിലും വാഗമനൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ യാത്രാ ക്ഷീണവും ഇതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അന്ന് രാത്രിയാണ് എത്തിയത്. അതുകൊണ്ടിട്ട് അവർക്ക് കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ അവരിനി ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞ്, പിന്നെ നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളും പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ മഴയും ഉണ്ടായിരുന്നു, എങ്കിലും കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞ് പോകാമെന്നൊക്കെ പറഞ്ഞ് മക്കളെയും ട്യൂഷനിൽ നിന്ന് വിളിച്ച്. അപ്പം പിന്നെ അവർക്കൊരു വിഷമമല്ലേ പോകുന്നില്ല എന്ന് പറയുമ്പോൾ. അങ്ങനെ പിന്നെ എന്തായാലും മഴയായി. പക്ഷേ അങ്ങോട്ടൊന്നും മഴയില്ലായിരുന്നു, എങ്കിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വരാത്തതിൻ്റെ കാരണം ഇതാണ്, മൂന്നാറിലേക്ക് പോയി വാഗമണിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് യാത്രാക്ഷീണം അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇനി മുമ്പോട്ടും. ഇപ്പം അൽഹംദുലില്ലാഹ് എന്തായാലും 13K കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് എന്തായാലും വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവരും.
അങ്ങനെ ഗൈസ് നമ്മളിതാ ഇവിടെ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ നിന്നുകൊണ്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ മോളെ നിർത്തിയിട്ടൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ എന്താ ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇനി കുറച്ച് ബീച്ചിലും കൂടിയൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത് തിരിച്ച് നമ്മൾ ലുലു മാളിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് നേരം നമ്മൾ നിന്നിട്ടുള്ളൂ, ഒരുപാട് നേരമൊന്നും നിന്നിട്ടില്ല. അപ്പം നല്ല മഴക്കോളും ഉണ്ട്, അപ്പം മഴ പെയ്യുമെന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഇത്രയൊക്കെ തന്നെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ടൊന്ന് പോയി. പക്ഷേ ബീച്ചിലോട്ട് ആളിനെ ഇറക്കത്തൊന്നുമില്ല, നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ മഴയും അത് മാത്രമല്ല കടലിങ്ങ് കയറി, അപ്പോൾ കുറച്ച് ഭാഗം ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ആരെയൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട് ആളിറങ്ങാണ്ടിരിക്കാനായിട്ട്. മറ്റേതാണെങ്കിൽ നമുക്ക് കടലിലിറങ്ങുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇറങ്ങാനൊന്നിനും പറ്റത്തില്ല, നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ, ആളിനെ ഇറക്കത്തില്ല, അതാണ് സത്യം. അപ്പോൾ നമ്മൾ പിന്നെ അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഗൈസ് ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.